ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വാഴയിലയിൽ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെയാണ് മീൻ പൊള്ളിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ പിലോപ്പി എന്ന് പറഞ്ഞ മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3ഉം കൂടി പേസ്റ്റാക്കിയത്. പിന്നെ ഞാനിതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നത് ഇത് വാളംപുളിയുടെ ജ്യൂസാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ച് നന്നായി ഒന്ന് തിരുമ്മിയെടുത്ത ആ ജ്യൂസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് മീൻ വറുത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മീനിൽ നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ ഉൾവശത്തും വരഞ്ഞ ഭാഗത്തെല്ലാം നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ മീനിലേക്ക് മസാല എല്ലാം നന്നായി പിടിച്ച് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറിന് ശേഷം മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടാകുമ്പോൾ ഈ മീൻ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയേക്കാളും എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചുവന്നുള്ളി ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകെല്ലാം നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നും കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഈ തക്കാളി എല്ലാം ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് പരത്തിയിട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനൊന്ന് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ മീനിൻ്റെ മേലെ കുറച്ചും കൂടി മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഞാനിവിടെ വാഴയുടെ വള്ളി തന്നെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി മൂടി വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. നല്ല തുറക്കുകയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ചൂടായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ചപ്പാത്തി കഴിക്കാനായാലും ചോറ് കഴിക്കാനായാലും ഈ ഉള്ളിയുടെ ഒരു ഗ്രേവിയും പിന്നെ ആ ഫിഷും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.